രമണിയെടുത്തേ അപ്പുണ്ണിയേട്ടാ തിരുമ്പിട്ടും മാറി വേണോ ഇതപ്പുണ്ണി തന്നെ കൊലയാണോലെ കൊല കുറച്ച് വലുതായിട്ട് എന്തായാലും ഞാൻ പോലീസ് പിടിക്കേനു ഇതൊന്നും ശരിയാവില്ല ഇന്നെ കൊണ്ടാവില്ല ഈ ചേമ്പ് കുറച്ച പരിപാടി നിങ്ങളെ മൊബൈൽക്ക് ആരോ വിളിച്ചോ ചൈനതിലെഴുതി മതി മിനിങ്ങിയ കുട്ടിയെ ഇപ്പൊക്കെ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുട്ടികളൊക്കെ ചുണ്ട് ചോപ്പിച്ച് തത്തമ്മ പോളയാ ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ബാപ്പുട്ടിയെ രണ്ട് മുട്ട തരുവോ എന്താ ഇന്റെ പൊരയിലെ കോഴി മുട്ട ഇടുകയല്ലേ എന്റെ പൊരയിലെ കോഴി ഇടാൻ മുട്ട ഇടാൻ 10 മണിയാകുമ്പോളെ 8 മണിയായിക്കല്ലോ എന്റെ എല്ലാം പറയാ ഒന്ന് തുറക്കുക ആട്ടുകൂട്ടിലിട്ട് തനിക്ക് ചൂലോണ്ടല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നെ ഒലക്കോണ്ടോ ഹലോ ഞങ്ങൾ അങ്ങനെ തന്നെ പോകുള്ളൂ ഞങ്ങളോട് ഇത് വാങ്ങാനാ പറഞ്ഞ ഫേസസ് കണ്ണാടന്റെ ലിപ്സ്റ്റിക് വാങ്ങാനല്ലേ പറഞ്ഞു വാസുവേട്ടന്റെ കണ്ണാട അല്ലേ ഇത് അച്ഛന്റെ കണ്ണാട ഇതിനാണ് ഇങ്ങനെ നന്നെ കോഴിക്കളെ മരക്കൊന്ന് ഇപ്പോഴും ഇങ്ങോട്ട് ആക്കി നോക്കിയത് കഴിഞ്ഞിട്ട് വേണം അട്ട നന്നാക്കാൻ അട്ട നിറച്ച് നെച്ചലിയാണ് അതിനൊക്കെ ഒന്ന് പുടിച്ചണം നെച്ചിൽ കണ്ടം പോയി കേറാ അതിനെന്താ പ്രാന്ത അതിനും മുന്തിയതാ രാവിലെ ആടുകളൊക്കെ മേയാൻ ആരുമല്ല ചൈനീന്നാണ് അങ്ങനെ വർത്താനം പറയുന്നത് ഞാൻ ഹോൾസെയിലായിട്ട് അവിടെ ചെറിയ പരിപാടി വളക്കച്ചോടോ ചെവി കേൾക്കൂല ഇനി എന്തെങ്കിലും വാങ്ങണെങ്കിലേ അച്ഛൻ വാങ്ങണ്ട അച്ഛൻ പൈസ തന്നാ മതി പൈസ തരാൻ പറ്റില്ല പെൺകുട്ടികളായി കഴിഞ്ഞാൽ കുറച്ച് അനുസരണ വേണം അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ മുട്ടയുടെ എന്റെ എല്ലാ മുട്ടയും ഞാൻ 10 മണിക്ക് തരാം ഇപ്പൊ നീ തൽക്കാലം എനിക്ക് 2 മുട്ട തരണം മൂപ്പ രണ്ടാട് പത്തിരിയും കൊണ്ട് രാവിലെ തുടങ്ങി പണി ഇപ്പൊന്നേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ തന്നെ അവര് സുബിക്ക് തുടങ്ങും പണി ഇങ്ങനെ വൈകുന്നേരം എവോളം പണി തന്നെ പതിനൊന്നും ഉണ്ടാക്കോ അതേ കേട്ടിട്ട് മടുത്തു എന്നെ മാത്രം വിട്ടിട്ടില്ല വാപ്പുക്കെ ഹലോ ഹലോ സൈന ഞാനത് പണയം വെച്ചിക്കല്ലേ വിറ്റക്കാണ് ആരാണോ ഇപ്പൊ ആരത് ഒരു തൊയ്യുടെ അവിടെ ഒച്ചപ്പാടല്ല ഇവിടെ അയൽവാസിയൊക്കെ ജീവിച്ചൊന്നും വേണ്ടേ എനിക്ക് അളകിയല്ലോ എന്താ പുണ്യെ രമണിയെ ഒരു ഇരുമ്പിന് ചാവി എടുത്താ ആ പുണ്ണി കാശിക്കുന്നത് ഞാൻ പോയിട്ട് വേണം കറി വെച്ചു കൊടുക്കാം പ്ലീസ് കൈയിട്ടാളി മണത്തിട്ടടിച്ചാ കളിച്ചാൻ പോവാ ഓരോ പണ്ടാരങ്ങ ചങ്ങന്മാരെ ഇങ്ങോട്ട് വരും താങ്ങി പിടിച്ച് കൊണ്ടാവാന് നേരം വൈകി പെരക്ക് വന്നാലേ അതെ പേരക്കുട്ടിന്റെ കല്യാണം അടുത്ത് സ്വർണം വാങ്ങാത്ത ഇതിനാ കൂട്ടിലിട്ട് അത് ഈ വാങ്ങിയല്ല പുള്ളിയേട്ടാ ഈ പരിയിലില്ലല്ലോ സൈന ഒരു വളയല്ല ഞാനത് വാങ്ങി തരാന്ന് ആരാണ് എന്തിന് അലസ്മാരൊന്നും ഇല്ല അങ്ങോട്ട് ഇവിടെ എന്താ പുണ്യ ഇവിടെ പ്രശ്നം കുട്ടികളായാലേ കുറച്ച് അടക്കടക്കൊക്കെ വേണോ അടക്കമറക്കം 10 മണിക്കല്ലേ എന്റെ കോഴി മുട്ട ഇടുക 10:10 എന്റെ മുട്ട ഇവിടെ എത്തണം 9 എന്റെ മുട്ട ഞാൻ ഇവിടെ കൊണ്ടുതരും പോരെ ചേട്ടാ ആട്ടും കൂടി എടുക്കേണ്ടി വരും അനികൾ നല്ല ആടാണ് ഞാൻ പുറത്തു വിടുന്നുണ്ട് പിന്നെ കഴിച്ചാൽ വെക്കാണ്ട് കാല് കഴുത്തി വരാൻ നിക്കണ്ട പെണ്ണിന് പകരം കാൽപ്പന്തിനെ പ്രണയിച്ചാണ് ഞാൻ ഇത് വല്ല വർത്തം ഇനി വൈകിക്കണില്ല തന്റെ വാർത്തയിൽ നോക്കിയിട്ട് സ്വർണ്ണം എവിടുന്ന ഓഫറിൽ കിട്ടണമെന്ന് ഒന്നും പറഞ്ഞേക്കാം സൈന കുലിസ് പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് പറഞ്ഞുതരാം ഇത്ര നേരമായിട്ട് ആരാ നടത്തിയില്ല ഇത് എത്രണ്ണാണ് ദേവിയെ ഒന്നിനൊപ്പം വിട്ടു ഞട്ട് അതല്ല ദേവുട്ടിയെ ആ ചുണ്ടിലുള്ളൊരു സാധനം എന്താ ലിപ്സ്റ്റിക്ക് രാവിലെ 10:45 സീനട്ടെ അതൊക്കെ പറയണ്ട ഞാൻ കഴിച്ചിട്ട് വരാം അത് പെണ്ണിട്ട് ഞാൻ തന്ത ഓണ ഡയലോഗാണ് അത് ഒരു പെങ്ങളെ മുന്നിൽ സ്ഥിരമായി നടക്കണമെങ്കിൽ പെരെ കുത്തൊന്നും ഒലോച്ചിണ്ടാവും പന്തളിക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല അടി കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് ഒന്നും തെളിയണില്ല ഞാനൊന്ന് നക്കട്ടെ അന്റെ പരിപാടി 18-ാം തീയതി അല്ലേ അപ്പൊ ഞാൻ വാങ്ങി തരും വാങ്ങി തരും ഒരു വളയല്ലേ അത് എത്ര കോയെ അന്റെ പേര് റേഞ്ച് ഇല്ല ഇത് 4 hour നടന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചണോ അത് വാങ്ങിയത് പഴച്ചു ഏതോ വാങ്ങിയെന്ന് പറഞ്ഞിട്ടാ കത്തറ ഓള് ദേവുട്ടിയല്ലേ മമ്മൂട്ടിയൊന്നും അല്ലല്ലോ എന്നിട്ട് എവിടുന്ന് എടുത്തു അവളേതോ ഒരു കട അല്ല സീന തെങ്ങ എന്തെന്നായിരുന്നു എന്നോട് പറഞ്ഞത് 10:10 മുട്ട ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞേ ഇപ്പൊ സമയത്തായി ഞാൻ എത്ര നേരം കോയിന്റെ വയ്യായിരുന്നു കോയി അങ്ങ് മുട്ട പിന്നെ 90s കിഡ്സിനെ വല്ലാതെ ടൂക്കണ്ട ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ പോണത് വാ സുക്കൂറ പണിക്ക് പോയിട്ടില്ലെങ്കിലേ ഞാൻ എന്റെ പെരയ്ക്ക് പോകൂട്ടാ അങ്ങനെയാണ് ഇതൊന്ന് പിടിക്കാം
അതിന്റെ കൂട്ടൊക്കെ പറയാക്കന്നല്ലേ ഞാൻ നമ്മളെ സെയിലുണ്ടല്ലോ ഓടുന്നൊരു വള വാങ്ങി പണയം വെക്കാൻ അത് വിൽക്കേണ്ട അവസ്ഥ വന്നു ഇപ്പൊ ഒക്കെ 18-ാം തീയതി വേണമെന്ന് ഞാൻ എവിടുന്ന് വാങ്ങിക്കൊടുത്തു പേര് പറഞ്ഞു എന്താണ് പരിപ്പളക്ക് പൈപ്പളക്കി അങ്ങനെ എന്തോ ആണത്. ദേവുട്ടിയേ ദേവുട്ടി ഒന്നുകൂടെ എന്നാ ഞാൻ മുട്ട ഞാൻ ബാങ്ക് പോയിട്ട് വരട്ടെ മോളെ ഇന്നിട്ട് തരാം എന്റെ മുട്ട. എനിക്കിത് എന്തിന്റെ ആവശ്യം 13, 14, 15 നല്ല മണ്ണാർക്കാട് അയാസ് ഗോൾഡില് നല്ല ഓഫറാ. ഒരു മാസം പണിക്കാവൂല പോണെന്ന് ഇങ്ങോട്ട് വരല്ലോ ഒരു ഊറ്റി വെള്ളം ഞാൻ തരൂല. ഓനെങ്ങനെ ബാക്കേറുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടക്കുന്ന ഒരു പുടുത്തല്ലാതെ നിൽക്കുകയാണ്. കോയെ അന്റെ 6-ാം പുറപ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മേലത്തെ ഒരാൾ കേക്കുണ്ട് അത് മറക്കണ്ട. ഇതൊക്കെ ഞാൻ കേട്ട് ഏതോ മേക്കപ്പ് സാധനം വാങ്ങണ കടന്റെ പേരെന്തായിരുന്നു? പർപ്പിള് പർപ്പിൾക്ക് പറഞ്ഞിട്ടേ എന്ത് പരിപ്പളക്കാണെങ്കിലും നോമിന്റെ അടുത്ത് 1 രൂപ പൈസ ഇല്ല. ദേവുട്ടി ഇവിടെ വന്നാ ചേന എന്റെ മുട്ട എടുത്ത് ഓക്ക് കൊടുക്കായിട്ട് എന്റെ മുട്ട പോയത് തന്നെ. ഉച്ചയ്ക്ക് 1:45. നല്ല കളിക്കാരാ പിന്നെ നരമ്പിന്റെ പ്രശ്നം ഉണ്ടായിട്ട് നിർത്തിയതാണ്. വല്യപ്പ നിങ്ങൾക്ക് നരമ്പിന് അസുഖം ഉണ്ടെന്ന് നമ്മുടെ കുറെ പെണ്ണുങ്ങൾ പറഞ്ഞാണ് ഞാൻ കേടുകയാണ്. അതിന്റെ പെണ്ണുങ്ങൾ നല്ലോണം കിട്ടിയിരിക്കണമെന്ന് എനിക്കറിയാം. ഇനി അത് വലിയ ആ എന്റെ കൂട്ടുകാരൻ കോയന്റെ അയാസ് ഗോൾഡ് ആടുകള് തുറന്നു വിട്ടോ. ഞാനാ സ്വർണ്ണം വാങ്ങണേ മടുത്തിക്കണ് പുളിക്കാ സൈനാത്തന്റെ കാര്യല്ലേ. അല്ല ഞാൻ ഇവന്റെ കാലിലോട്ട് പറഞ്ഞേ മേലെ പഠിച്ചോണ്ടെന്നാ പറഞ്ഞേ. ആരുണ്ടായാലും അതിനോട് കാര്യം ഞാൻ പറഞ്ഞുതരാം. കൊണ്ടേക്കോ താൻ വളർത്തിക്കോ. ഒക്കെ വേണ്ട അങ്ങനത്തെ സാധനത്തിന്. ആനക്ക് വേണ്ടതുണ്ട് ഞാൻ വളർത്തിക്കോ. ഏത് നേരം ഇങ്ങനെ തേക്ക. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് മേക്കപ്പ് എന്നാ വിളിച്ചുവാ എന്റെ മുട്ട. ഓ എനിക്ക് ഇപ്പെങ്കിലും തരാൻ തോന്നിയല്ലോ. അതിൽ കൊക്കി പറഞ്ഞ നടക്കൊന്നും വേണ്ട. ഇവിടെ വരുമ്പോട്ടോളം നരമ്പിന്റെ എനിക്കല്ല എന്റെ സുക്കൂറിനൊക്കെ കാലിന് ബെരിക്കോസ് വെയിന്റെ കൊണക്കേടാണ്. ബെറിക്കോസ് ബെയിനോ? അത് ബ്രസീലിന്റെ കളിക്കാരനല്ലേ? അവിടെ തന്നെ വാങ്ങിക്കൊണ്ടു അതാ നല്ലേ. ആയിക്കോട്ടെ പറ്റാണെങ്കിലേ നിങ്ങളെ മൂതാവിക്കേ ഒരു ചെറിയ കമ്മലും വാങ്ങിക്കൊണ്ടു. ഓളമ്മ ഓം വിളിച്ചതൊക്കെ കേറി നോക്കി. ഇതങ്ങനെ തച്ചൊന്നും കാര്യമില്ല കാട്ടാള് കാട്ടിക്കാണ്ട് അനക്കൊരു കാര്യം ഞങ്ങൾക്ക് ഏതായാലും ഇടാൻ കൂടിയിട്ടില്ല. അത് നിങ്ങൾ ആ ചങ്ങായിക്ക് പറഞ്ഞു കൊടുത്താളി കോയക്ക. ആ കാര്യം ഞാൻ ഏറ്റു. ഇതിപ്പോ മോൾട്ടിന്റെ ഒപ്പം പോയിക്കോ. ഓളിപ്പോ പർപ്പിൾക്ക് പോവാൻ നിൽക്കുന്നുണ്ട്. പൈസ ഞാൻ ഏറ്റു. ഇത് ചെറിയ മുട്ടയാണല്ലോ. എനിക്ക് ഞാൻ വലിയ മുട്ടയല്ലേ തന്നെ. എനിക്ക് മുട്ടാണ്ടേ. അത് ശരി ഇത് കോഴിടുന്ന മുട്ടയല്ലേ എന്റെ വേണ്ടില്ല അതുകൊണ്ട് എന്റെ കളി നിന്നത് അല്ലെങ്കിൽ ഞാൻ മറഡോന്റെ സ്ഥാനത്ത് കണ്ട ആളാ. കുജിത കാലം നീട്ടിയിരിക്കാണെങ്കിലും തള്ളിനൊരു കുറവുമില്ല. ജിമിക്കും കമ്പല കൊണ്ടുപോയി കൊടുക്കണ ഞാൻ. ഇന്നലെ രാത്രി പ്ലാവിന്റെ അലും കാടിവെള്ളം തിന്നോണ്ടേ വയറിനൊരു സുഖമുണ്ട്. ഓ അമ്മേ ഇജ്ജ് മാതേസ് ഗോൾഡിക്ക് പോയിക്കോ. അവിടെ പോലെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് 17-ാം തീയതി 18-ാം തീയതി നല്ല ഓഫർ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇന്ന് അപ്പൊ തന്നെ പോയിക്കോ മാതേസ് ഗോൾഡിക്ക്. ആ ചോദിച്ചു പോയിക്കോ. ഒരു ഉപ്പ് എന്റെ അടുത്ത് നിന്ന് കിട്ടൂല കേട്ടോ കോയെ. അപ്പുണ്ണി ഇത് നമ്മളെ കാലല്ല. അറിയണ്ട ഞാൻ പറഞ്ഞോക്കണു എല്ലാം. അതല്ല ഞാൻ കെട്ടവരിക്കല്ലത് ഞാനിട്ട മുട്ടയാന്ന് വലിപ്പം നോക്കി. നീ എന്ത് പറഞ്ഞിട്ട് എന്താ? എനക്ക് തന്നെ വലിയ മുട്ട വേണോ? വല്ലാത്ത ചൊറയായി പോയല്ലോ. വല്യപ്പ എന്തൊരു ആൾക്കൂട്ടാ. അത് ആദിവാസികളെ പോക്കാമ്പൂച്ചനെ ചുറ്റുന്നാൻ കൊണ്ടുപോകണേ. നജീബേ ഡയമണ്ടും 18 ക്യാരറ്റ് ആഭരണങ്ങൾക്കും ഒരു 30% പണിക്കൂലിയാണ് കുറച്ചു കൊടുത്താ. അതിമ പേരിന്റെ വരും. ആ ഉമ്മച്ചി കളിച്ച് കണ്ടാ പോയിക്കണത്. ചിലപ്പോ മഞ്ചേരി ആസ്പത്രിക്ക് ആദ്യം പോകേണ്ടി വരും. പിന്നെ പോവാം മതി സ്കൂളിലേക്ക്. ആ ഗുഡ് മോർണിംഗ് സർ. ഹായ് എന്തായിട്ടും നോക്കാം. എന്താണ് ഇതെന്റെ കാലാ. ആ അത് ശരി. ആ അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ പഴയ കാലല്ല ഇപ്പൊ. വരുന്ന മുജീബിനോട് ചോദിച്ചു നോക്ക്. ഓന്റെ വീട്ടിൽ വലിയ മുട്ട ഇടുന്ന കോഴിയുണ്ട്. മുജീബിക്ക നിങ്ങളെ 2 വലിയ മുട്ട എനിക്ക് തരുവോ? വലിപ്പ അത് പോക്കാൻ പൂച്ചല്ല. അത് നമ്മളെ സുക്കൂറാക്കാണ്. ആ എന്റെ ചങ്ങായി അപ്പുണ്ണിയുള്ള പേരുണ്ടേ. ഓന്റെ പേരക്കുട്ടിന്റെ കല്യാണ്ട് ഓന് വാണ്ട എന്താച്ചാ കൊടുത്താളാ. ആ കാര്യം ഞാൻ ഏറ്റു. ആ ആ ഇത് വരുന്നവർക്ക് വന്നതാ. അതിലെവിടെ ഈ വളക്കച്ചവടം? ഇതാ അവിടെ. ആ കുറച്ച് വളാണ്. കുറച്ച് വള ഇപ്പൊ കുട്ടികൾക്കൊക്കെ കുറച്ച് മേക്കപ്പ് വേണമെന്നാ പറഞ്ഞത്. ഓള് പൊയ്ക്കോട്ടെ പരിപ്പളക്ക്. പർപ്പിൾ എന്നാണ് അതിന്റെ പേര്. എന്റെ തേങ്ങ ആണെങ്കിലും ഞാൻ എന്റെ ചെമ്പ സുക്കൂറാക്ക 10 കൊല്ലനെ അതിന്റെ സുക്കൂറാക്കനെ കണ്ട പാണ്ടിലൂർ കയറി തവളന്റെ മരക്കായാലും എന്നോട് ഞാൻ അപ്പളേ പറഞ്ഞില്ല പോണ്ടാന്ന്. ഇതൊക്കെ കൊടുക്കണ്ട കുട്ടിയെ. അത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന കൊടുക്കാനുള്ളതാണ്. ആണോ കോയെ? ആ പേര് അറിഞ്ഞു. പേരക്കുട്ടിന്റെ കല്യാണല്ലേ? അതെ. അല്ല ഒരു വളാണ്. നിങ്ങളിരിക്കും.
നെരുത്താൻ നോക്കണ്ട ഈ പണിക്കൂലി പണിക്കുറവ് പറഞ്ഞാൽ എക്സ്ട്രാ പൈസ ഞാൻ തരൂല ഒരു വാളിന്റെ പൈസ എത്ര വെച്ചാൽ അത് തരും നിങ്ങൾ ഇരിക്കും കാക്ക ശരിയാക്കാൻ പോയി ഇല്ല ശരിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും നടക്കട്ടെ എന്നാലേ വല്ലതും ഞണ്ണാൻ പറ്റുള്ളൂ അതെ അതെ രമണിയെ അതാ വീട് മാറിയല്ലോ രമണിയെ ഒന്നും പറ്റിയിട്ട് ഓരോന്ന് ഒടിഞ്ഞിട്ടുള്ളൂ വീണോട്ട് കിടന്ന് ചവിട്ടാൻ എനിക്ക് അറിയാനിട്ടല്ല പിന്നെ ഞാൻ തന്നെ നോക്കണ്ടേ ഇനിയിപ്പൊ എന്താ കാട്ട് വല്ലിപ്പ കുറച്ച് മസാല വെച്ചാണ്ട് എണ്ണയിട്ട് പൊരിച്ചാൻ പറ്റുവാനാ സ്വർണ്ണം വേണം അതെ. എല്ലാം നജീബ് നോക്കിക്കോളും ആണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഇപ്പൊ നിങ്ങൾ വന്നത് നന്നായി കാരണം നമ്മളെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് പ്രമാണിച്ചേ വാളകൾക്ക് പണിക്കൂലി ഈടാക്കണില്ലെന്ന് അവന്റെ സൈന പടച്ചോൻ കാത്തു നല്ല കട്ടിങ് ഒരു വളർത്താണി പൈസ കുറവുള്ള കേട്ടോ അപ്പൊ ചങ്കള കോഴിയെ ഇങ്ങോട്ട് വരിക തന്റെ വീട് അവിടെ ആ ശരി ഞാൻ രമണിയായിട്ട് പോകണ്ടോ ഒന്നുമില്ല പോവാ. അടുപ്പത്ത് കണ്ടെടുത്തോടി ഇക്കിന്റെ ഊരെ മുറിഞ്ഞ പ്രശ്നമില്ല എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ വെക്കണേ ഞാൻ കാട്ടുക അതിനടാ പൊട്ടജി ബേജാറാണ്ട് അതിനല്ല നമ്മള് ഗൾഫ്